ചെയ്യാൻ പോകുന്നത് P&L അപ്രോപ്രിയേഷൻ്റെ ഫോർമാറ്റാണ്. P&L അപ്രോപ്രിയേഷൻ്റെ ഫോർമാറ്റ് പറയുന്നതിന് മുന്നേ ഫേമിൻ്റെ എക്സ്പെൻസ് എന്താ, ഫേമിൻ്റെ ഇൻകം എന്താ നമ്മൾ അറിയണം. അതായത് ഫേമിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഫേമിന് എന്തൊക്കെ എക്സ്പെൻസുകളുണ്ട്, പാർട്ട്നേഴ്സിന് എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതെല്ലാം ഫേമിൻ്റെ എക്സ്പെൻസുകളാണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ സാലറി കൊടുക്കുന്നത്, പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നത്, കമ്മീഷൻ കൊടുക്കുന്നത്, ഇതെല്ലാം ഫേമിൻ്റെ എക്സ്പെൻസുകളാണ്. അപ്പോൾ ഫേമിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന് എന്തായിരിക്കും, ഇൻകം ആയിരിക്കും. അപ്പോൾ ഫേമിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് പാർട്ട്ണറിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാലും രണ്ടും സെയിം അല്ലേ. ഫേമിൻ്റെ എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു പാർട്ട്നേഴ്സ് ഇൻകം. അതായത് ഫേം എന്തൊക്കെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നുണ്ടോ അതെല്ലാം ഫേമിൻ്റെ എക്സ്പെൻസുകളാണ്. പാർട്ട്നേഴ്സിന് എന്തൊക്കെ കിട്ടുന്നുണ്ടോ ഫേമിൽ നിന്ന് അതെല്ലാം പാർട്ട്നേഴ്സിന് ഇൻകംസ് ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് എന്തും ഫേമിൻ്റെ ഇൻകംസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫേമിൻ്റെ ഇൻകം എന്ന് പറയുന്നത്, മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫേമിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കുന്നതായിരിക്കും, പാർട്ട്ണർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫേംസ് ഇൻകം എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, പാർട്ട്ണർ എക്സ്പെൻസ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ P&L അപ്രോപ്രിയേഷൻ്റെ ഫോർമാറ്റ് പഠിക്കാനായിട്ട്. P&L അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ് ഫേമിൻ്റെ എക്സ്പെൻസുകൾ. എന്താണ് ഫേമിൻ്റെ എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാ, IOC, സാലറി, കമ്മീഷൻ, റിസർവ്സ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എന്തൊക്കെയായിരിക്കും, ഫേമിൻ്റെ ഇൻകംസ്, IOD. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാവരും മറക്കുന്നൊരു സംഭവമാണ് ഡ്രോയിങ്സ് കൊണ്ട് എഴുതും. P&L അപ്രോപ്രിയേഷനിൽ എഴുതാൻ പാടില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ നമ്മളിവിടെ എടുക്കാൻ പാടുള്ളൂ. ഡ്രോയിങ്സ് എവിടെ എടുക്കുന്നതാ, ക്യാപിറ്റൽ അക്കൗണ്ട്. ഡ്രോയിങ്സ് എവിടെ എടുക്കുന്നതാ, ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ IOD ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ട് എഴുതും. മനസ്സിലായോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടോ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇവിടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പക്ഷെ ഇത് രണ്ടും സെയിം അല്ല. കാരണം ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ലോസ് ആയിരിക്കും, ഇവിടെ എഴുതുന്ന ഏതായിരിക്കും, പ്രോഫിറ്റ്. അത് ക്രെഡിറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റാ തന്നിരിക്കുന്നത് വെച്ചാൽ ക്രെഡിറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലോസ് ആണ് തന്നിരിക്കുന്നത് വെച്ചാൽ ഡെബിറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇതെല്ലാം എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ IOC എഴുതി, സാലറി എഴുതി, കമ്മീഷൻ എഴുതി, റിസർവ്സ് എഴുതി, അപ്പുറത്ത് IOD എഴുതി. എന്നിട്ട് ക്രെഡിറ്റ് സൈഡ് എല്ലാം ടോട്ടൽ ചെയ്യാം. ഇതെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. ഇവിടെ ടോട്ടൽ ചെയ്യും, ഇവിടെ ഡെബിറ്റ് സൈഡും ടോട്ടൽ ചെയ്യും. ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ആ എമൗണ്ട് ആണ് നമുക്ക് ഒന്നെങ്കിൽ അത് പ്രോഫിറ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ ലോസ് ആയിട്ട് വരും. എപ്പോഴാണ് പ്രോഫിറ്റ് ആയിട്ട് വരിക, ക്രെഡിറ്റ് സൈഡ് മോർ. ക്രെഡിറ്റ് സൈഡ് കൂടുതലാവുമ്പോൾ എന്തായിട്ട് വരും, പ്രോഫിറ്റ് ആയിട്ട് വരും. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, അതായത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ലോസും. മനസ്സിലായോ?